ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അഞ്ചൽ ഐലറ അജ്നയുടെ വീട്ടിൽ പ്രോഗ്രാമിന് പോവാണ് കേട്ടോ. കുറച്ച് വിഷമമൊക്കെ ആയിരുന്നു, ഇപ്പം അത് മാറി, ഞങ്ങൾ ഓക്കെ ആയി കേട്ടോ. അപ്പം നമുക്ക് പോവാം. വീട് വയ്ക്കുന്നത് ഇങ്ങനെ സ്ഥലങ്ങൾ, ഇതൊക്കെ പണ്ട് കൽപ്രദേശമായിരുന്നു. നൂറ്റാണ്ട് ഇതൊക്കെ ശബരിമല ചായക്കട, നല്ല ചായക്കട. അപ്പോൾ നമ്മളവിടെ എത്താറായി. ശിവക്ഷേത്രത്തിലാണ് കേട്ടോ പ്രോഗ്രാം. ഇപ്പം നേരെ അജ്നയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ലക്ഷ്മി എന്നെ കിട്ടുന്നത് എവിടെ? ത്രിമൂർത്തി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നമ്മൾ കൈകൊട്ടിക്കളിയും തിരുവാതിരയൊന്നും ഇല്ല കേട്ടോ. സെമി ക്ലാസിക്കലും സിനിമാറ്റിക് ഡാൻസ് മാത്രമേ ഉള്ളേ. ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടായി. വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അജ്നയ്ക്കും വലിയ ടെൻഷൻ ഉണ്ടായി. നമ്മൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചെടുത്ത് വെച്ചുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. നമ്മൾ നല്ല ചങ്കാണ് നമ്മൾ. ഇപ്പോൾ അവൾ ഹാപ്പിയായി നമ്മൾ വന്നപ്പോൾ. നല്ല സ്ഥലമില്ലേ ഡോക്ടറെ? നല്ല സ്ഥലം. ഇവിടെ കൈകൊട്ടിക്കളിയും തിരുവാതിരയൊന്നും ഇല്ല. സെമി ക്ലാസിക്കലും സിനിമാറ്റിക് ഡാൻസ് മാത്രമേ ഉള്ളൂ. ഞാനും അജ്നയും ഒക്കെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കും. അജ്ന കൊല്ലത്ത് വന്നുള്ള പരിചയമാണ് കേട്ടോ. എൻ്റെ ബാച്ച് പോലും അല്ല, പക്ഷെ നമ്മൾ ഭയങ്കര ചങ്ക്സാണ്. പിന്നെ ഞാൻ വന്നതിന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തരുവാണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ ആ ഒരു സ്നേഹം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ദൂരത്തു നിന്നാണ് അവർ വരുന്നത് കേട്ടോ. നല്ല ദൂരമുണ്ട് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടത്തേക്ക്. ഇവിടെ ലക്ഷ്മി ഭരതനാട്യത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യുവാണ്. സണ്ണി ഡോക്ടറെ നോക്കുന്നില്ല. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഒരു സെമി ക്ലാസിക്കലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മിയുടെ ഭരതനാട്യം ഉണ്ടായിരുന്നു. ലക്ഷ്മിയും ഗ്രൂപ്പ് ഡാൻസിലുള്ളതാണ്. അപ്പം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, സമയക്കുറവ് മൂലം. ഇടയ്ക്ക് പിള്ളേരുടെ ഡാൻസും ഉണ്ടായിരുന്നു. ഞാൻ സെമി ക്ലാസിക്കൽ കഴിഞ്ഞ് വീർത്ത് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡാൻസിന് ഹരഹര ശങ്കര എന്ന സോങ്ങാണ് സെലക്ട് ചെയ്തത്. നമുക്ക് പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു. 2 ദിവസത്തെ പ്രാക്ടീസേ ഉള്ളായിരുന്നു. പക്ഷെ നമ്മൾ നന്നായിട്ട് ചെയ്തെന്ന് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു. പിന്നെ ഇതിൻ്റെ സോങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് സോങ് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് കാണിക്കുന്നത് കൊണ്ടാണ് സോങ് ഇടാൻ പറ്റാത്തത്. ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ ഇത്. അഞ്ചൽ ഐലറ എന്ന് പറയുന്നൊരു ശിവക്ഷേത്രമാണ്. ഇവിടെ വന്ന് പ്രോഗ്രാം ചെയ്യുമെന്നൊന്നും നമ്മൾ ലൈഫിൽ വിചാരിച്ച കാര്യമല്ല. അജ്ന കാരണം അങ്ങനത്തെ ഒരു അവസരം നമുക്ക് കിട്ടിയത്. പിന്നെ നമുക്ക് പ്രാക്ടീസും കുറവായിരുന്നു. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കുറേ പ്രോഗ്രാം ചെയ്തു. സിനിമാറ്റിക് ഡാൻസൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ്. വളരെ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ മഹാദേവനെ കയറി തൊഴുതിട്ടേ ഞാൻ സ്റ്റേജിൽ കയറിയത്. പിന്നെ ഇവിടെ നാളത്തെ ഫുഡിനുള്ള പാചകം നടക്കുവാണ് കേട്ടോ. അപ്പം നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ നമ്മളോട് വന്ന് ഓരോന്നൊക്കെ ചോദിക്കുകയുണ്ടായി. സ്ഥലം എവിടെയാണ്, നല്ല പ്രോഗ്രാമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഷേക്ക് ഹാൻഡൊക്കെ തന്നു. അപ്പോൾ അജ്ന അവിടെ സ്റ്റാറായിട്ട് തിളങ്ങി. അജ്നയുടെ പ്രോഗ്രാം ആയതുകൊണ്ട് പിറ്റേന്ന് അജ്നയും വിളിച്ചു പറഞ്ഞു. അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നല്ല പ്രോഗ്രാമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ടായി. നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് മാറി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവിടെ പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞു. നേരെ ഒരുപാടായി, നമ്മൾ വീട്ടിൽ പോവുകയാണേ. ഞങ്ങൾ രാത്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അജ്നയോട് യാത്രയൊക്കെ പറഞ്ഞു. യോ മേഘ ആരെയും കാണാൻ വയ്യ, എല്ലാവരും ഇരുട്ട്. നമ്മുടെ ഹെവി ഡ്രൈവർ, നമ്മുടെ ഹെവി ഡ്രൈവർ ടാങ്കർ ലോറിയൊക്കെ കയ്യിലിട്ട് കറക്കി അമ്മാൻ നടന്ന് കള്ളച്ചിരിയുണ്ട് കണ്ടിയുടെ. അജ്ന നമുക്ക് 2 പേരും ചക്ക തന്നു. ഒന്ന് ചാക്കിരിപ്പോണ്ട് ഒരു വരിക്ക ചക്ക തന്നു. ഇത് മുറിക്കാൻ പെട്ടപാടെ നമുക്ക് മാത്രം അറിവ് ചെമ്പരത്തി ചക്കയായിരുന്നു ഗൈസ്. കാല് വെട്ടു വേണ്ടേ? അമ്മ അവിടെ ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് നോക്ക്. ഞങ്ങൾ 3 പേര്
നമ്മുടെ ഡോക്ടർ എത്രയോ നാളുകൾ കൊണ്ട് ജിമ്മിന് പോവാണ് ഗൈസ്. ജിമ്മിന് പോകുന്ന ഒരാൾ ചക്ക വെട്ടുന്ന എന്ത് സ്ട്രോങ് ആയിട്ടാണ് നോക്കണം കേട്ടോ. ഗൈസ് ചെമ്പൻ ചക്കയാണ് ഗൈസ്. ഇവിടെ നോക്കിയിരിക്കുന്നവർക്ക് ഒരു അണ്ടേ ഞങ്ങൾ ചക്ക വെട്ടാൻ ഈ ആളിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ പാടുന്നത്. സുഖമായിട്ടിരുന്ന് പോണതാണ്ടേ ഞങ്ങൾ സണ്ണി ഡോക്ടർ ഇത് ഗൈസ് ഇത് നല്ല നിറമുള്ള ചെമ്പൻ ചക്കയാണ് കേട്ടോ. നമ്മൾ അറിഞ്ഞില്ല. സൂപ്പറാണ്. എന്തായാലും നമ്മുടെ ദൗത്യം ഇനിയും കിടപ്പുണ്ട്. ഇതെങ്ങനെ ഇനി വലിയ എന്ന് വെച്ചാൽ വലിയ ചക്കയാണ്. നമ്മൾ കാണുന്നതിൻ്റെ ഒരു 3 ഇരട്ടി വലുപ്പമുണ്ട്. അയ്യോ കുഴഞ്ഞേ. ലക്ഷ്മി ഇവിടെ ലുക്കരോ ഒന്ന് ലുക്കിയ നമ്മുടെ ഡയറ്റ് ആന്റി ഡയറ്റ് ഒന്നും കഴിക്കാത്ത ആളാ ഗൈസ്. ചക്ക കഴിക്കുന്നു. ഞങ്ങൾ ഡയറ്റ് ആണ്. ഷുഗർ കട്ട് ഡയറ്റ് ആണ്. ചക്ക ഉണ്ടപ്പോ അത് ചെമ്പരത്തി, ഇത് മഞ്ഞച്ചക്ക, പരിക്കച്ചക്ക സൂപ്പർ ടേസ്റ്റ് മധുരം. വരിക്കച്ചക്കയുടെ ചോള കണക്കുള്ള തുടുത്തുടുത്തൊരു കല്യാണി വടകരയിൽ കവടിയാണ് കണ്ണടി ഞാനൊരു മിന്നായം ആർത്തി മുതൽ ചക്ക നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല ഗൈസ്. ഞങ്ങളുടെ ആശ്രാമ ഏരിയയിൽ ചക്ക കിട്ടാനില്ല ഗൈസ്. അതുകൊണ്ടാണ് ഇത്ര ആർത്തി 12 മണിയായിട്ടുണ്ട്. ടേസ്റ്റ് കണ്ടില്ലേ. നാളെ ഡ്യൂട്ടി കൊണ്ട് ഡോക്ടർ പേഷ്യൻസിന് ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ ബാത്റൂമിൽ ചിലപ്പോ ഇറങ്ങില്ല ഗൈസ്. ഈ ചക്കകൾ പൊക്കിയെടുത്ത് ചാക്കിനകത്ത് കയറ്റി ഡിക്കിക്കകത്ത് കയറ്റിയ പാട് അജിനയുടെ ഹസ്ബൻഡിനും അജിനയ്ക്ക് മാത്രമേ അറിവ്. ഇറക്കാൻ പെട്ട പാട് നമ്മൾ പെട്ടുപോയി ഗൈസ്. ഇത് വലിയ ചക്കയാണ്. ഇത്രയൊക്കെ ചക്ക ഉണ്ടോ പ്രാവില്ല നമ്മൾ വിചാരിച്ചപ്പോൾ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.